ബാങ്ക് എടാ ഒരു ബാങ്കിന്റെ സെക്രട്ടറി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ പല കാര്യങ്ങളും കേൾക്കും. ഞാനതേ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ അങ്ങ് വിടും. നിന്നോടൊന്നും ചത്താലും ഞാൻ മറുപടി പറയത്തില്ല. ഓടാ ബാങ്ക് വിഴുങ്ങി. നിന്റെ അച്ഛനാടാ, നിന്റെ അച്ഛൻ ബാങ്ക് വിഴുങ്ങി. ഒരു കാര്യം ഞാൻ പറയാം, ബാങ്ക് ഇവിടെ പൊളിച്ചിട്ടിരിക്കുകയാണ്. അതിന് പണിയാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തു. അത് പണിയാൻ വരുന്നത് പ്രഗത്ഭനായ ഒരാൾ. ആരാ വരുന്നതെന്ന് അറിയാവോ? ഏത് പൂട്ടും പൊളിക്കുന്ന വീരൻ, ഏത് കെട്ടും പഴിക്കുന്ന മാന്ത്രികൻ. എടാ ഒരാൾ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്, അതിനിടയ്ക്കാണ് വന്ന് മാന്ത്രികം കൊണ്ട് വരുന്നത്. മാറിയിക്കോട്ടെ, ആരാ വരുന്നതെന്നൊക്കെ നിനക്ക് അറിയാവോടാ? ഏത് പൂട്ടും പൊളിക്കുന്ന വീരൻ, ഏത് കെട്ടും പഴിക്കുന്ന മാന്ത്രികൻ. എടാ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുവെന്ന് ഞാൻ പറഞ്ഞോ. പിന്നെ നിന്നോടൊക്കെ ആഹാ പോയോ? എടാ നിനക്കൊക്കെ കിട്ടേണ്ടത് കിട്ടുമ്പോ നീ പോകുമെന്ന് എനിക്കറിയാം. അത് കേട്ടെ, ആരടാ നീ? ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഏത് പൂട്ടും പൊളിക്കുന്ന വീരൻ, ഏത് കെട്ടു കഴിക്കുന്ന മാന്ത്രികൻ. എന്തോ കെട്ടഴിക്കുന്നത്? പിന്നെ അച്ഛന്റെ കുടുംബത്തിൽ നിന്ന് വരുവാ. നേരത്തെ പറയണ്ടായിരുന്നു. അമ്മ എന്നോട് നേരത്തെ പറയുമായിരുന്നു എന്തോന്നു ഇതുപോലെ ആള് നേരത്തെ വരുമെന്ന്. ഇത്രയും നാള് ഞാൻ അച്ഛനില്ലാതെ ജീവിച്ചത്. ഇപ്പോഴെങ്കിലും എനിക്ക് അച്ഛനുണ്ടെന്ന് തെളിയിച്ചല്ലോ. പറ, ആരാണ് എന്റെ അച്ഛൻ? ആരാണ് എന്റെ അച്ഛൻ? ആരാണ് എന്റെ അച്ഛൻ? എന്താ ഉദ്ദേശിച്ചേ? എന്റെ അച്ഛന്റെ ഫാമിലി പറഞ്ഞു. അച്ഛന്റെ അല്ല, തച്ചന്റെ ഫാമിലിന്ന് വരുവാ. ബാങ്ക് പണിയുന്ന ആള്. അങ്ങനാണോ? എന്നാ വാ, പ്രമാദമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്നാ പിന്നെ പ്രമോദമായിട്ട് സംസാരിച്ചിട്ടോ ഞാൻ ഇവിടെ ഇരിക്കാം. അതല്ലെന്ന് പറഞ്ഞത്. എടോ പ്രധാനമായിട്ടെന്ന് പറഞ്ഞാല് ആവശ്യമായിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന്. പുതിയ ബാങ്ക് വരുമല്ലയോ, അപ്പൊ ഞാൻ ഇച്ചിരി മുക്കും. നിങ്ങൾ മുക്കിയിട്ട് വരുന്ന ബാങ്കാണ്, അത് ഇതുവഴിയാ വരുന്നതെന്ന് എനിക്കറിയാം. അങ്ങനെ മുക്കുന്നതല്ലെന്ന് പറഞ്ഞത്. മുക്കുന്നത് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി പൈസ അടിച്ചു മാറ്റുമെന്നാ പറഞ്ഞേ. അപ്പൊ എനിക്കൊരു സംശയം മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ മുമ്പേ പറഞ്ഞത് കറക്റ്റ് ആയി. എന്തുവായി? മറ്റേ അച്ഛനില്ലെന്ന് ഏതാണ്ട് പറഞ്ഞായിരുന്നു. ആ പണിയാ നിങ്ങളെന്ന് പറഞ്ഞാലോ ഉണ്ടക്കി പിടിക്കരുത്. ഇത് പിന്നെ ഇതെന്ന് പറഞ്ഞ കടമല്ല, കുടുമ. അല്ലല്ല, ഇത് പിന്നെ അവിടെ എല്ലാം പൈസ കൊടുക്കാണ്ട് മുടിവിട്ട് കടയില്ല. കടമ അത് കേറ്റത്തില്ല അങ്ങോട്ട്. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്റെ കൂടെ നിന്ന് തന്നാ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. ബാങ്കിന്റെ ആരാന്നാ പറഞ്ഞത്? ഞാൻ ബാങ്കിന്റെ സെക്രട്ടറി. നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഓരോ കള്ളത്തരത്തിനും കൂട്ടി നിൽക്കുന്ന ഒരാളാണ് ഞാനെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഞാൻ അങ്ങനൊന്നും വിചാരിച്ചില്ല. ഇത് കണ്ടോ? ഇതെന്തുവാ? പരമ്പരയായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്തു വരുന്ന ഉളിയാണിത്. ഉളിയായിരുന്നു? ഞാനോർത്ത് മീൻ ഗുളികയായിരിക്കും. ഇത്രയും തേഞ്ഞ് കഴിഞ്ഞിട്ട് അതെടുത്ത് കളയത്തില്ലോ നിങ്ങൾക്ക്? അങ്ങനെ തേഞ്ഞു തീരുന്ന സാധനങ്ങളെല്ലാം കളയുന്ന കുടുംബത്തിലെ അല്ല ഞാൻ. എനിക്കത് മനസ്സിലായില്ല. ഇത് കണ്ടോ? എന്തിനാ കാലേ മഷി തേച്ച് വെച്ചിരിക്കുന്നത്? മഷി തേച്ച് വെച്ചതല്ല, എന്റെ സ്ലിപ്പർ ചെരുപ്പാ. പരമ്പരയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അയ്യോ, ഇട്ടിട്ട് പട്ടിനാക്ക് പോലെ തേഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴും സ്ലിപ്പർ വിട്ടോണ്ട് നടക്കും. അത് കളഞ്ഞിട്ട് വേറെ ചെരുപ്പ് മേടിക്കേ. അങ്ങനെ പുതിയ ചെരുപ്പ് മേടിച്ച് പൈസ കളയുന്ന ഒരു പാരമ്പര്യം ഞങ്ങൾക്കില്ല. എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്കറിയാവോ, എത്രയോ പരമ്പരയായിട്ട് ഞങ്ങളെ എല്ലാരെയും അടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഒറ്റ ചവിപ്പെട്ടില്ല. പിന്നെ ഞാൻ വിശ്വസിക്കത്തില്ല സത്യമായിട്ടും. ഈ അടുത്തിടെ എന്റെ അച്ഛനെ അടക്കാൻ വേണ്ടി ശ്മശാനത്തിൽ ചെന്നപ്പോൾ ശ്മശാനം എടോ ശ്മശാനം എവിടെ ആയാലും എന്തുവാ, മരിച്ചു കിടക്കുന്ന ആളിന് ഈ സ്ഥലമൊന്നും അറിയത്തില്ല. അവിടെ ചെന്നു, കുഴി കുഴിച്ചു, പെട്ടിയെടുത്ത് മേളി വെച്ചു. പെട്ടി തുറന്നപ്പോഴേ നിറച്ചു മധുരസേവ പോലെ കിടക്കുക എല്ലും കഷ്ണങ്ങള്. എന്നിട്ട് പരമ്പരയുടെ. പക്ഷെ അച്ഛനെ അടക്കുന്നോണ്ട് ഞാൻ അവിടെ നിന്നില്ല. അത് അച്ഛനെ അടക്കുന്ന വിഷമം കൊണ്ടായിരിക്കും അങ്ങ് പോയത്. അല്ല, പിന്നെ ഈ മധുരസേവ എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഞാൻ ചാടി വീണങ്ങ് നക്കും. അച്ഛന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അച്ഛനെ ഈ അച്ഛൻ എന്ന് പറഞ്ഞാൽ വലിയ പണിക്കാരനായിരുന്നു. സെക്രട്ടറി, ഈ നിങ്ങൾ ഈ പറയുന്ന കള്ളത്തരവെല്ലാം ഞാൻ കാണിച്ചാലേ ഈ മഹത്തായ പണി എന്നെ പഠിപ്പിച്ച് എന്റെ അച്ഛനെ ഞാൻ ചതിക്കുന്നത് പോലെ ആവില്ലേ? ഒരു 2500 രൂപ ഞാൻ തന്നേനെ. അച്ഛനെ ഞാൻ ചതിക്കും. അച്ഛനെന്ന് പറഞ്ഞാല് ഈ വലിയ ആളായിരുന്നു അച്ഛനെ. അയ്യോ, അങ്ങനെ ചോദിക്കാതെ. അച്ഛൻ എന്ന് പറയാം. അതായത് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ഈ സെൻസറൊക്കെ എന്നാ തുടങ്ങിയത്? സെൻസറൊക്കെ കഴിഞ്ഞ കാലത്ത് ഉണ്ടായി വന്നത്. എന്നാ അതിനേക്കാൾ മുമ്പേ നോക്കിയാ തുറക്കുന്ന കഥക് പണിഞ്ഞ ഒരു അച്ഛനാ എന്റെ. അത് ശരി. അതെവിടെ പണിത് വെച്ചത്? നമ്മുടെ കുറ്റിയടുത്ത് രമണി ചേച്ചിയുടെ വീട്ടില്. അച്ഛൻ സന്ധ്യക്ക് പണി കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലും, ഒരൊറ്റ നോട്ടം കഥ അങ്ങ് തുറക്കും. കസ്റ്റമറാ. അതൊക്കെ പോട്ടെ, അതിനും വലിയ വില്ലാളിത്തം ഉണ്ട്. എന്താ പിന്നെ? ഈ ഒരൊറ്റ വിരൽ കൊണ്ട് തീ ഉണ്ടാക്കുമായിരുന്നു അച്ഛൻ. അത് സമ്മതിച്ചു തരണ്ടേ കാര്യം തന്നെ. പുള്ളിക്ക് അങ്ങനെയുള്ള കയ്യിൽ സിദ്ധികൾ വല്ലതും ഉണ്ടായിരുന്നു? കയ്യിൽ സിദ്ധി ഇല്ലായിരുന്നു, കയ്യിലൊരു സിഗരറ്റ് ലാമ്പ് ഉണ്ടായിരുന്നു. കാര്യമാണെന്ന് പറഞ്ഞേ. ഒരു കാര്യം ചെയ്യ, അച്ഛന്റെ കാര്യം അങ്ങോട്ട് വിട. അച്ഛൻ പണിയുന്ന വലിയ ആളായിരിക്കും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ പണിയുന്നതാണോ എനിക്ക് വിശ്വസിയോഗ്യമായിട്ട് എന്തെങ്കിലും പറയണം. എനിക്കാനല്ല പറഞ്ഞ, ബാക്കി കഥ പറ. അല്ല, ടൈം ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്തു. അതായത് നമ്മുടെ മ്യൂസിയം ഉണ്ടല്ലോ, ആ മ്യൂസിയത്തിൽ ഒരു കുട്ടിക്കുരങ്ങനെ ഉണ്ടാക്കിയവനാ ഞാൻ. എന്നിട്ട് മൃഗസംരക്ഷണ വകുപ്പ് കേസൊന്നും എടുത്തില്ലയോ? ഇവിടെ പ്രതിമയെന്ന് കൊച്ചു കൊരങ്ങന്റെ പ്രതിമ ഉണ്ടാക്കിട്ടാണ് ഈ വാചകങ്ങൾ പറയുന്നത്. അയ്യേ, കൊച്ചു കൊരങ്ങനോ? പിന്നെന്തുവാ? കൊരങ്ങിന് ഒരുപാട് പ്രത്യേകത ഉള്ളതാണ്. പിന്നെ കൊരങ്ങന്റെ പ്രത്യേകത കേട്ടെ. പരസ്പരം ചതിക്കുന്ന ഏത് ഭാര്യ ഭർത്താക്കന്മാര് ഈ കൊരങ്ങിന്റെ മുന്നിൽ വന്ന് നിന്നാൽ ഈ കൊരങ്ങിന് മനസ്സിലാകും. അപ്പോഴേ അവൻ അവന്റെ സ്വന്തം ശരീരം കുറച്ച് കടിച്ചു. എന്നിട്ട് എന്തോ 2 ദിവസം ആയതേ ഉള്ളൂ പണിഞ്ഞു കൊടുത്തിട്ട്. ഇപ്പൊ തല മാത്രമേ ഉള്ളൂ, ബാക്കി മൊത്തം കടിക്കും.
ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. Okay. നമ്മളിപ്പോ എന്താ ബാങ്ക് പണിയാനാണല്ലോ വന്നത്. അതെ. അപ്പൊ നമുക്ക് ബാങ്ക് പണി ഏത് രീതിയാണെന്നുള്ളത് എനിക്കിപ്പോ അറിയണം. കാശ് കുറെ ചെലവാകും. സെക്രട്ടറിയേറ്റ് പോണോ ഇനി കാശില്ല? അതല്ല ഈ സെക്രട്ടറിയേറ്റ് പൈസയുടെ കാര്യം. ഒരു കാര്യം ചെയ്യാം. 3 നില ആയാലോ? 3 നില കുഴപ്പമൊന്നുമില്ല. മേളില് മാനേജർ സൗബിൻ. മാനേജർ സൗബിൻ അല്ല, ഇവിടുത്തെ മാനേജർ ശശികല. മാനേജർമാരൊക്കെ ഇരിക്കുന്ന ഒരു ഇതുണ്ട്. ക്യാബിൻ. ഓക്കെ. അത് 4 വഴിക്കും നമ്മൾ ഗ്ലാസ് ഇടും. ഗ്ലാസ് അടിപൊളി ഐഡിയ. ഗ്ലാസിന്റെ പ്രത്യേകത എന്താ? എന്തുവാ? പുറത്ത് നിന്ന് ആര് നോക്കിയാലും അകത്തിരിക്കുന്ന ആളുടെ കളറൊക്കത്തില്ല. ചുരുക്കം പറഞ്ഞ ഈ ബാങ്ക് പൂട്ടണം. അതെന്താ? ആ പെണ്ണുമ്പിള്ളെ കാണാൻ എല്ലാരും കൃത്യസമയത്തോടെ വരുന്നത്. അതുപോലെ പോയി. ഭയങ്കര സുന്ദരിയല്ലേ? സുന്ദരിയൊന്നും ഒരു സുന്ദരമില്ല. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അത് മതി. പിന്നെ ഒരു കാര്യം ചെയ്യും, ഗ്ലാസ് വേണ്ട. മേളത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായല്ലോ. ഓക്കെ. ഇനി ഇയാൾ അടിയിൽ എന്തുവാന്ന് പറ. ചുമന്ന ചേട്ടിയാ? വലിച്ച് ഞാൻ കീറും കേട്ടോ. വലിച്ചു കീറണ്ട, സത്യം പറയാ ഇട്ടിട്ടില്ല. എടോ അതല്ല പറഞ്ഞത്, ഇയാളെ ഞാൻ കീറും. എടോ അടിയിലത്തെ നില എന്തോ ഉണ്ടാക്കുന്നെന്നാ പറയാനാ പറഞ്ഞത്. ATM. അപ്പൊ ATM എന്ന് പറഞ്ഞ ATM-ന് പ്രത്യേകതകൾ വല്ലതും ഉണ്ടോ? അച്ഛന്മാര് പണിയുന്ന ATM-ന് പ്രത്യേകത ഇല്ലാതിരിക്കും. എന്നാ പിന്നെ അത് പറ കേക്കട്ടെ. ഈ ATM-ന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കാർഡ് വേണ്ട, പിന്നു വേണ്ട, ആള് നേരെ ചെല്ലണം, പേര് പറയണം, പൈസ എത്ര വേണമെന്ന് പറയണോ അപ്പോഴേ എണ്ണി കൈ കൊടുക്കും. അടിപൊളി പരിപാടി. വേറെ ഒരു ബാങ്കിനും ഇല്ല, നമുക്ക് ഫിക്സ് അത്. താങ്ക് യു. പക്ഷെ ഒരു കാര്യമുണ്ട്, രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ മാത്രമേ ഇത് പ്രവർത്തിക്കൂ. പറ്റത്തില്ല. ATM എന്ന് പറഞ്ഞ 24 മണിക്കൂറും പ്രവർത്തിക്കണം. 24 മണിക്കൂർ ഞാൻ അതിനകത്ത് കയറിയിരുന്ന ജാതം പൊട്ടി ചത്തുപോകും. ഇയാൾക്കൊന്നും കുഴപ്പമില്ല. ഇയാള് കയറുന്ന പൈസ എടുത്ത് കൊടുക്കുവാന്നോ? പിന്നല്ല. അത് പിന്നെ ATM വേണ്ട. അപ്പം പിന്നെ ATM-ന്റെ കാര്യം വേണ്ട. ഞാനൊരു കാര്യം ചെയ്യും, നമ്മൾ ഇത്രയൊക്കെ പരിചയപ്പെട്ടു, എനിക്കൊരു സഹായം ചെയ്യും. ഇയാൾക്ക് എന്തോ സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ 2 or 3 വർത്താനം പറഞ്ഞിട്ടുണ്ടല്ലോ, പിറ്റേ ദിവസം വന്ന് ലോണ് ചോദിക്കുന്ന ചില കിഴങ്ങന്മാരുണ്ട് എന്റെ കൂടെ. ഇയാൾക്ക് എന്തോ ആവശ്യം വേണമെന്നാ പറഞ്ഞേ? ഒന്നും വേണ്ട. ഒരു കാര്യം ചെയ്യും, പിന്നെ ബാങ്കിന്റെ പണി എന്ന് പറഞ്ഞാല് നിങ്ങൾ ഒറ്റയ്ക്കല്ലേ വന്നിരിക്കുന്നത്. ഒറ്റയ്ക്ക് വന്ന് നിങ്ങളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കൂട്ടി പ്രശസ്തരായ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക, നമുക്ക് അവരെ കൂടെ കൂട്ടി പണിയിക്കാം. ഉണ്ടായിരുന്നു, വല്യച്ഛനുണ്ടായിരുന്നു, മരിച്ചുപോയി. അയ്യോ പാവം, എന്തോ പറ്റി? ഒരു ഉളി വിട്ടതാ. എന്തോ വിടിയിലായിരിക്കോ വീട്ടിൽ. ഉളി വിട്ടതാണ്. അതെന്തോ സംഭവം? ഞാൻ അസാധ്യ പണിക്കാരനാണല്ലോ. അസാധ്യ പണിക്കാരാണ്. അസൂയ മൂത്തു. പുള്ളി മോളി ഇരുന്ന് പണിയുവാ, ഞാൻ താഴെ ഇരുന്ന് പണിയുവാ. പുള്ളി ഒരു ഉളി അങ്ങ് വിട്ടു. അപ്പൊ നിങ്ങളല്ലേ ചാകണ്ടേ? പുള്ളി അങ്ങനെ ചത്തത്? താഴെ നല്ലൊരു ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുക, ഇതിന്റെ എല്ലാം ചെന്ന് അടിച്ചിട്ട് ഈ പുള്ളി ചെന്ന് പുള്ളിയുടെ അണ്ണാക്കി തന്നെ കയറി. ഓ പാവം. എന്നിട്ട് നീ രക്ഷിക്കാൻ പോയില്ലയോ? എവിടെ? അവിടെ ഇങ്ങനെ സൗണ്ടുകൾ ഞാൻ കേട്ടു. അന്ന് പോയി രക്ഷിക്കണമായിരുന്നു. ഞാൻ വിചാരിച്ചു ബാബു നമ്പൂതിരിയുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുവാന്ന്. അപ്പൊ വേറെ കാര്യങ്ങളൊന്നുമില്ല. ബാങ്ക് മൊത്തം പൊളിച്ചിട്ടിരിക്കുവല്ലയോ, അതിന്റെ സ്റ്റോർ റൂം ഒക്കെ പൊളിച്ചിട്ടിരിക്കുക. അതുകൊണ്ട് ആൾക്കാരുടെ കുറെ പഴയ ആധാരങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അത് എന്റെ വീട്ടിൽ കൊണ്ടുവച്ച സേഫ് അല്ല, ചെറിയ വീട്. അതുകൊണ്ടാണ് ഇതിപ്പോ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. ആധാരമല്ലേ? ഒരു കാര്യം ചെയ്യും, തച്ചന്റെ എന്തെങ്കിലും പരിപാടികളുണ്ടോ? തച്ചന്റെ വീട്ടിലെ പൂട്ട് ലോകത്തിൽ ഒരുത്തരും തുറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വെച്ച് സേഫ് ആയിട്ട് വെക്കുക. പിന്നെ ബാങ്ക് പണി കഴിയുമ്പോഴത്തേന് ഇതെല്ലാം ഇങ്ങ് കൊണ്ടുതരണം. അപ്പൊ പിന്നെ മരിച്ചു പണിയുന്ന കാര്യം ആയിക്കോട്ടെ. ഓക്കെ, മരിച്ചു പണി. ഞാൻ ഇനി മരിച്ചു പണിയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകട്ടെ. അയ്യോ, ബാങ്ക് പണി എന്നാന്ന് പറഞ്ഞില്ല. എന്റെ അച്ഛൻ പണയാൻ വെച്ച ആധാരം എടുക്കാനാ ഞാൻ വന്നത്, അതെന്റെ കിട്ടി. ഇനിയിപ്പോ എന്റെ പാട്ടി പണിയും. ഷാജണ്ണൻ ഫാൻസ് പറയൂ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ വിനോദണ്ണൻ? സൂപ്പർ. താങ്ക് യു. അടക്കള്ള ആ ചേച്ചി ഉണ്ട് ഇങ്ങനെ നോക്കി, സൂപ്പർ ആയിട്ടുണ്ടെന്ന്. സന്തോഷായി. ചേച്ചി, ഇനി നമ്മുടെ അങ്ങ് പറയൂ. സൂപ്പർ. രണ്ടുപേരും കീഴിലായിരുന്നു. നല്ല ആശയം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു. നല്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ സ്ഥിരം ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കണോണ്ട് നമുക്ക് റിലേറ്റഡ് ആണ്. പക്ഷെ പ്രമാണം പണയം വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ. സത്യം. ബാങ്കില് പൈസ അടയ്ക്കാൻ പോയി. പൈസ 10 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്യാൻ കൊണ്ടുപോയി. ഒരു ബാങ്കിൽ വിശ്വാസപൂർവ്വം ഒരു 10 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്യാൻ പോയപ്പം അവരൊരു പേപ്പർ ഒന്ന് ഒപ്പിടാൻ വേണ്ടി ആ പേന കെട്ടിയിട്ടേക്കുന്നു. 7 പേര്. അത് ഇവിടെ വരണവരെന്ന് വിശ്വാസമില്ല. അതും 8 രൂപ 7 രൂപ 5 രൂപ പേരാണ് കെട്ടിയിട്ടേക്കുന്നത്. അത് സത്യത്തെ എടുത്തോണ്ട് പോകാതിരിക്കാനല്ല, പെട്ടെന്ന് കിട്ടൂല, അതുകൊണ്ടാണ് കെട്ടിയിട്ടേക്കുന്നത്. കെട്ടിയിട്ട് വളർത്തണം നമ്മളേക്ക്. ഞാൻ നമ്മുടെ അവിടുത്തെ സഹകരണ ബാങ്കിൽ പെയിന്റിങ്ങിന്റെ പണിക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് കുറെ വർഷം കഴിഞ്ഞപ്പോ ആ സഹകരണ ബാങ്കിന്റെ ഓണാഘോഷത്തിന് ഞാൻ തന്നെ ആയിരുന്നു ഗസ്റ്റ്. അന്ന് ഞാൻ ചെന്നപ്പോ ഞാൻ അന്ന് അടിച്ച പെയിന്റ് മാറ്റിയിട്ടില്ല, ഇപ്പോഴും അതവിടെ ഉണ്ട്. ബ്യൂട്ടിഫുൾ. അപ്പൊ എന്തായാലും ഇന്നത്തെ പെർഫോമൻസിന് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം.
50,000 rupees ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ബാങ്ക് ഓഫ് ബോംബെ. അത് ട്രാൻസ്ഫർ ചെയ്യാവോ? യെസ്, ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത തവണ കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്.